ദൈവത്തിൻ്റെ പോരാളികൾ തോറ്റു തുടങ്ങി തോൽവിയോട് തന്നെ അവസാനിപ്പിച്ചിരിക്കുന്നു. നിലവിലെ മുംബൈ ഇന്ത്യൻസ് ടീം പ്ലേ ഓഫിൽ നിന്ന് പുറത്താകുന്ന ആദ്യ ടീമായി മാറുന്നു. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി നിങ്ങൾ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ വൻ പ്രതീക്ഷയോടെ ഇത്തവണത്തെ IPL ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസ് വലിയ ദുരന്തമായി മാറിയിരിക്കുകയാണ്. ശക്തമായ നിരയിൽ ലഭിച്ചിട്ടും ഹാർദിക്കിന് ടീമിൻ്റെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഇതോടെയാണ് ഈ സീസണിൽ പ്ലേ ഓഫ് കാണാതെ പുറത്തായ ആദ്യത്തെ ടീമായി മുംബൈ മാറിയത്. 2 മത്സരങ്ങൾ ബാക്കി നിൽക്കെയാണ് മുംബൈയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ അസ്തമിച്ചത്. ഇതോടെ അടുത്ത സീസണിൽ എങ്ങനെ ശക്തമായി തിരിച്ചു വരാമെന്നതായിരിക്കും മുംബൈ ആലോചിക്കുന്നത്. സീസണിന് മുൻപ് മെഗാ താരലേലം നടക്കാനിരിക്കുന്നതിൽ പുതിയൊരു ലുക്കിലുള്ള ടീമിനെയായിരിക്കും മുംബൈ അണിനിർത്തുകയെന്ന് ഉറപ്പാണ്. ശക്തമായൊരു തിരിച്ചുവരവ് നടത്തണമെങ്കിൽ അടുത്ത സീസണിൽ മുംബൈ ടീമിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ സീസണിന് ശേഷം മുംബൈ ടീമുടെ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് 2 കാര്യങ്ങളാണ്. ആദ്യത്തേത് മുഖ്യ കോച്ച് മാർക്ക് ബൗച്ചറെ ഈ റോളിൽ നിന്നും പുറത്താക്കുക എന്നതാണ്. അതിനുശേഷം മറ്റൊരു സുപ്രധാന തീരുമാനം കൂടി ടീം ഉടമകൾ എടുത്തേ തീരൂ. ക്യാപ്റ്റൻ സ്ഥാനത്തു നിന്നും ഹാർദിക്കിനെ നീക്കുക എന്നതാണിത്. നായകസ്ഥാനത്തു നിന്നും മാത്രമല്ല, ടീമിൽ നിന്നും അദ്ദേഹത്തെ കൈവിടേണ്ടത് ആവശ്യമാണ്. മെഗാലേലത്തിന് മുൻപ് മുംബൈ ടീം ഒഴിവാക്കുന്ന കളിക്കാരുടെ ലിസ്റ്റിൽ ഉറപ്പായും ഹാർദിക് വേണം. അതിനുശേഷം മുംബൈയെ പടുത്തുയർത്തുന്ന ശ്രമങ്ങളിലേക്ക് ടീം മാനേജ്മെൻറ്റിനെ കടക്കാം. ലേലത്തിന് മുമ്പ് 4 താരങ്ങളെയാവും മുംബൈക്ക് നിലനിർത്താൻ സാധിക്കുക. ഈ ലിസ്റ്റിൽ മുൻ നായകൻ രോഹിത് ശർമ്മയെ ആവശ്യമില്ല. T20 കരിയർ ഏറെക്കുറെ അവസാനിച്ച ഹിറ്റ്മാനെ ഇനി മുംബൈക്ക് ഒഴിവാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ റിലീസ് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമായ നീക്കം. മുംബൈ ഏറ്റവും ആദ്യം നിലനിർത്തേണ്ട 2 കളിക്കാർ 360 ബാറ്റർ സൂര്യകുമാർ യാദവ്, സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ എന്നിവരെ ആവണം. അതിനുശേഷമുള്ള 2 പേരെ വളരെ ശ്രദ്ധാപൂർവ്വം തിരഞ്ഞെടുക്കേണ്ടതാണ്. ഭാവി സൂപ്പർ താരമായി മാറാനിടയുള്ള തിലക് വർമ്മയെ മുംബൈ നിലനിർത്തിയേ തീരൂ. 4ാമത്തെ ആളായി ഓപ്പണറും വിക്കറ്റ് കീപ്പറുമായി ഇഷാൻ കിഷനെയും മുംബൈക്ക് പരിഗണിക്കാം. ഈ 4 പേര് വെച്ചായിരിക്കും അടുത്ത സീസണിലേക്ക് ടീമിനെ മുംബൈ വാർത്തെടുക്കേണ്ടത്. പുതിയ ക്യാപ്റ്റനായി സൂര്യ ആയിരിക്കും ഏറ്റവും നല്ല ഓപ്ഷൻ. വൈസ് ക്യാപ്റ്റൻസി ബുംറയ്ക്ക് നൽകാം. രോഹിത്തിന് പകരം ഓപ്പണിംഗിലേക്ക് പുതിയൊരു താരത്തെ മുംബൈ കണ്ടെത്തിയേ തീരൂ. അത് ഇന്ത്യൻ കളിക്കാരനായാൽ എളുപ്പമാവും. 3ാം നമ്പറിൽ സൂര്യയും പിന്നാലെ തിലകുമുള്ളതിനാൽ കിടിലിനൊരു ഫിനിഷറെ മുംബൈക്ക് ആവശ്യമാണ്. അതുകൂടാതെ മുംബൈക്ക് ഏറ്റവും ആവശ്യം മികച്ചൊരു സ്പിൻ ബൗളറെയാണ്. ഹർഭജൻ സിംഗിന് ശേഷം ഒരു ലോകോത്തര സ്പിന്നറെ കണ്ടെത്താൻ മുംബൈക്ക് ആയിട്ടില്ല. അടുത്ത സീസണിൽ മുംബൈക്ക് ഈ പോരായ്മ പരിഹരിച്ചേ തീരൂ. പേസ് ബൗളിങ്ങിന് വീണ്ടും ബുംറ ചുക്കാൻ പിടിക്കുമെന്നതിനാൽ അദ്ദേഹത്തിന് മികച്ച പിന്തുണ നൽകാൻ സാധിക്കുന്ന ഫാസ്റ്റ് ബോളർമാരെയും മുംബൈക്ക് ആവശ്യമാണ്. ലേലത്തിൽ തങ്ങൾ പ്ലാൻ ചെയ്ത പോലെ സംഭവിക്കുകയാണെങ്കിൽ മുംബൈയുടെ ഉയർത്തെഴുന്നേൽപ്പിനാവും അടുത്ത സീസൺ സാക്ഷിയാവുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.